നമ്മുടെ പല്ല് 1 മണിക്കൂർ കൊക്കക്കോളയിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 3 സൊല്യൂഷൻസിൽ എഗ്ഗ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. എഗ്ഗ് ഡിപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ ഔട്ടർ ലെയറും അതുപോലെ ടീത്തിൻ്റെ ഔട്ടർ ലെയറും കാൽസ്യം കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ഈ എഗ്ഗ് 1 അവർ ഇതിൽ ഡിപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇതിലെ ഫസ്റ്റ് സൊല്യൂഷൻ കോക്കനട്ട് വാട്ടർ ആണ്, അത് ആൽക്കലൈൻ നേച്ചറാണ്. സെക്കൻഡ് സൊല്യൂഷൻ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ്, അത് ആസിഡിക് നേച്ചറാണ്. അതുപോലെ തേർഡ് വിനെഗർ ആണ്, അതും ആസിഡിക് നേച്ചറാണ്. ഇതിൽ 1 അവർ എഗ്ഗ് ഡിപ്പ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കാം. ആൽക്കലൈൻ നേച്ചറിൽ എഗ്ഗിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഉണ്ട്, അതേ ഹാർഡ്നെസ്സും എല്ലാം അതേപോലെ ഉണ്ട്. രണ്ടാമത്തെ സൊല്യൂഷൻ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ്, അതിൽ എഗ്ഗിന് എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഈ എഗ്ഗിൻ്റെ കളറ് മാറിയിട്ടുണ്ട്, അതുപോലെ ഇതിന് ക്രാക്സും വന്നിട്ടുണ്ട്. മൂന്നാമത്തെ സൊല്യൂഷനായ വിനെഗറിൽ എഗ്ഗിന് എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഇതിലെ എഗ്ഗിന് ഷെല്ല് ഫുള്ള് സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ ഫോമി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ആൽക്കലൈൻ ഫുഡിനോട് ടീത്തിന് വലിയ റിയാക്ഷൻ ഇല്ലെങ്കിലും ആസിഡിക് ഡ്രിങ്ക്സ് ആയ കാർബണേറ്റഡ് ഡ്രിങ്ക്സും അതുപോലെ വിനെഗറിനോടും ടീത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസിഡിക് ഡ്രിങ്ക്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇൻ കേസ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ തന്നെ അത് സ്ട്രോ വെച്ച് കുടിക്കുക, അതുപോലെ വായിൽ അധികം നേരം വെക്കാതിരിക്കുക. അതുപോലെ തന്നെ അത് കുടിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം വായ് റിൻസ് ചെയ്യുക.